2025 തീരുമ്പോഴേക്കും 1,00,000 പേരെ കാണുക, അവരുടെ പുഞ്ചിരി മറ്റുള്ളവരെ കാണിക്കുക എന്നാണ് എൻ്റെ വലിയൊരു സ്വപ്നം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ യാത്ര കോഴിക്കോട് കാപ്പാട്ടിലേക്കായിരുന്നു. എന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച നന്ദിനി ചേച്ചിയുടെ അടുത്തേക്കായിരുന്നു യാത്ര. കാണാൻ നമുക്ക് സുന്ദരമായൊരു പുഞ്ചിരി. പറയൂ. സന്തോഷം. ഞാൻ കണ്ടില്ല സത്യം. എനിക്ക് ഈ അടുത്താണ് ഫോണ് കിട്ടിയത്. ഫോണ് ഇങ്ങനെ ടച്ച് ഫോൺ ഈ അടുത്താണ് എനിക്ക് കിട്ടിയത്. അപ്പൊ തന്നെ എന്റെ ഫ്രണ്ടിനെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണിച്ചു തന്ന്. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ സാർ ഇങ്ങനെ ഒരു ഓൺലൈനിൽ ഞാൻ കണ്ടു. അല്ല എങ്ങനെ ലൈവിൽ എങ്ങനെയാണ് അതിൽ ചേരാൻ അറിയില്ല. സത്യം പറയാൻ മെസ്സേജ് അയക്കാൻ ഒന്നും എനിക്കറിയില്ല. ഇങ്ങനെ കുറെ ദിവസം ഞാൻ ഇങ്ങനെ നോക്കി, കുറെ ദിവസം എന്താ ചെയ്യേണ്ടത് അറിയാൻ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ തട്ടി നോക്കിയപ്പോ അതിലിങ്ങനെ കാണുന്നത്. അപ്പൊ എനിക്ക് എഴുതാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ മലയാളത്തിലാക്കിയിട്ട് ഇങ്ങനെ പഠിച്ച് അങ്ങനെയാണ് സാറിനോട് ഹായ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. എല്ലാവരും കണ്ടപ്പോ അപ്പൊ നന്ദിനി ചേച്ചി എനിക്കൊരു ആഗ്രഹം എന്താ വെച്ചാൽ 2025 ആകുമ്പോഴേക്കും തീരുമ്പോഴേക്കും 1,00,000 പേരെ കാണുക, അവരുടെ പുഞ്ചിരി മറ്റുള്ളവരെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല ആളുകളെയും കാണൂല്ലേ. വിഷമമുള്ളവരുണ്ടാവും, സങ്കടമുള്ളവരുണ്ടാവും, സന്തോഷമുള്ളവരുണ്ടാവും, എല്ലാവരെയും കാണും, പരിചയപ്പെടും, അവരെ പുഞ്ചിരി നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഹാജരാടെയും അതേപോലെ നന്ദിനി ചേച്ചിയും പുഞ്ചിരിയെ കാണിക്കാൻ പോകുന്നു.